അള്ളാഹുവാണോ നബി? അല്ല. പക്ഷേ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ നബിയിൽ നിന്ന് ശരിക്കും നിൽക്കുന്നവന് വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹിന്റെ അസ്മാ സിഫാത്തിന്റെ മൽഹറാണ്, അതിന്റെ തജല്ലിയുടെ മൽഹറാണ്, അത് വെളിവായ സ്ഥലമാണ് ആര്? മുഹമ്മദ്. മുഹമ്മദിൽ നോക്കേണ്ട ആൾ നോക്കിയാൽ അള്ളാഹുവിനെയും കാണും. കാണാത്ത റബ്ബിനെ മുഹമ്മദിൽ കാണും. അത് അള്ളാഹുവിനെയാണോ? മനസ്സിലായില്ല. വെള്ളത്തിന്റെ കരയിൽ നീ പോയി നിന്നാൽ നിന്നെ വേറൊരാൾക്ക് വെള്ളത്തിൽ കാണാം. അമ്പിളിമാനെ കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് അമ്പിളിമാമനെ വെള്ളത്തിൽ കാണാം. വെള്ളം അമ്പിളിമാമനാണോ? പറയടോ, വെള്ളം അമ്പിളിമാമനാണോ? അല്ല, വെള്ളം അമ്പിളിമാമനല്ല. പക്ഷേ അമ്പിളിമാമനെ ഒരാൾക്ക് വെള്ളത്തിൽ ദർശിക്കാം. അള്ളാഹുവിന്റെ അള്ളാഹ് എന്ന മനസ്സിലായില്ലേ? ആ ജലാലിയത്തിന്റെ ഇസ്മിനെ വേണമെങ്കിൽ അത്രയും ആഴമുള്ള കണ്ണുള്ള ഒരാൾക്ക് മുഹമ്മദീനെ ദർശിക്കാം. അതാണ് മൻ റആനി ഫഖദ് റഅൽ ഹഖ. എഴുതിയൊക്കെ ഹദീസ്. മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹഖ് തആലയെ കണ്ടു. ഉറുദ രചിച്ചത് അന്നത്തെ ഒരു സാധാരണ പണ്ഡിതനാണ്. ഇത് രചിച്ചത് 20-ാം നൂറ്റാണ്ടിൽ തുല്യതയില്ലാത്ത സാഹിബുൽ ഫൈളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖിയ റളിയല്ലാഹു. അവരുടെ രഹസ്യം അള്ളാഹുവിനെ അറിയും. അത്രയും വലിയ മാനം. ഇത് പഠിപ്പിക്കൽ വലിയ പണിയാണ്. പഠിപ്പിക്കലൊരു പണിയാണ്. ഒരു സെക്കൻഡ് തെറ്റിയ ആളുകളെയും തെറ്റും. ഒരാളെ ഞാൻ ഓർമ്മിച്ചു, ഒരാളെ ഞാൻ പറഞ്ഞു, ഒരാളെ ഞാൻ സ്മരിച്ചു, ഒരാളെ ഞാൻ അയവിറക്കി. ഹുവ, ആ ആൾ, ലിൽ വറാ കുല്ലിഹിം, പ്രപഞ്ചത്തിന് ആസകലവും പ്രപഞ്ചത്തിനാകമാനവും കൂത്തുനിലനിൽപ്പിന്റെ ഭക്ഷണമല്ലോ. ആ ആളില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരു പരമാണു മുതൽ പരമാണു കടാഹം വരെയും ഒന്നും നിലനിൽക്കുകയില്ല. അങ്ങനത്തെ ആളെ ഞാൻ ഓർത്തു. ഓഹും ഹജറുൻ, ആ പ്രപഞ്ചമാസകലം എന്ന് പറഞ്ഞാൽ അവരെ ഒരു കല്ലിനോട്, പ്രപഞ്ചത്തിലെ മൊത്തം സാധനങ്ങളെ ഒരു കല്ലിനോട് ഉപമിക്കാമെങ്കിൽ വൽ മുസ്തഫൽ ഖർമു, അവർക്കെല്ലാം നേതാവായ മുസ്തഫയോ യാഖൂത്തു, മാണിക്കക്കല്ലാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും ഒരു കല്ലിനോട് ഉപമിക്കാമെങ്കിൽ അതിൽ മുഹമ്മദ് എന്ന ആൾ നേതാവായ മാണിക്കക്കല്ലാണ്. ബാക്കിയൊക്കെ കല്ലാണ്, മുഹമ്മദ് മാണിക്കക്കല്ലാണ്. ഇവരിലും മീക്കായിലും ഒക്കെ കല്ലിനോട് ഉപമിക്കാവുന്നതാണെങ്കിൽ, സൃഷ്ടികളെ മൊത്തം കല്ലിനോട് ഉപമിക്കാവുന്നതാണെങ്കിൽ അതിൽ ഒരു സൃഷ്ടി വെറും കല്ലല്ല, അത് മാണിക്കക്കല്ലാണ്. മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. ഒരു കവിതയാണ്, എഴുതിയൊക്കെ. മുഹമ്മദുൻ ബഷറുൻ, മുഹമ്മദ് ആൾ എന്നാൽ മനുഷ്യൻ തന്നെ. ലാക്കൽ ബഷരി, എന്നാൽ മനുഷ്യനെ പോലെയുള്ള മനുഷ്യനല്ല, മനുഷ്യനല്ലാത്തൊരു മനുഷ്യനാണ്. യാക്കൂത്തുൻ ഹജറുൻ, യാക്കൂത്ത് കല്ലാണ്, പക്ഷേ ലാക്കൽ ഹജരി, കല്ല് പോലെയല്ല. കല്ല് പോലെയല്ലാത്ത കല്ലാണല്ലോ എന്ത്? യാക്കൂത്ത് എന്നത്. എങ്കിൽ ബഷർ പോലെയല്ലാത്ത ബഷറാണ് ആര്? മുഹമ്മദ്. അവരെല്ലാം ഹജറാണെന്നാൽ അവരെ ഹജറിനോട് ഉപമിക്കാമെങ്കിൽ മുസ്തഫ, മുസ്തഫ തങ്ങളോ അൽ ഖർമു, നേതാവായ അവരുടെ എല്ലാം സൃഷ്ടിജാലങ്ങളുടെ എല്ലാവരുടെയും നേതാവായ മുസ്തഫയോ യാക്കൂത്തും അക്കൂട്ടത്തിലുള്ള മാണിക്കക്കല്ലുമാണ്. ഒന്നും കൂടി അബൈത്തിയല്ലേ എന്റെ കൂടെ. تذكرت من هو للورى كلهم قوت وهم هاجر والمصطفى القرم ياقوت فهو تجلي الذات بل هو عينها. ഞാൻ മറക്കണതിന് മുമ്പ് രഹസ്യം പറഞ്ഞുതരാം. ഖുർആനിനെ ഞാൻ പറഞ്ഞില്ല, ഖുർആൻ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ പിടിക്കാം. മിൻ ഹൈസുൽ ഹുക്ം മഫ്ഹൂമാണ്, ومن حيث മുഹമ്മദ് ഗൈർ മഫ്ഹൂമാണ്. ഖുർആനിലെ ഓരോ അക്ഷരത്തിലും മുഹമ്മദ് എന്ന ആളുണ്ട്, പക്ഷെ തിരിയുന്നവർക്ക് തിരിയുള്ളൂ. ഹുക്മാണ് മഫ്ഹൂം, മുഹമ്മദ് ഗൈർ മഫ്ഹൂമാണ് ഖുർആനിൽ.
അതിൽ അവിടെ ഇവിടെയൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ചാടിക്കിട്ടും. ആ മുഹമ്മദ് ആയത്തുകളിൽ മുഹമ്മദ് മർഅയിലായാൽ അയാൾ ഖുത്ബാനിയത്തിന്റെ മക്കാമിലായിരിക്കും, അയാൾ ഗൗസിന്റെ മക്കാമിലായിരിക്കും. സാധാരണ ഉലമാഇന് മിൻ ഹൈസുൽ ഹുക്ം, മതവിധികൾ എന്ന നിലയിൽ ഖുർആൻ മഫ്ഹൂമാണ്. മിൻ ഹൈസ് മുഹമ്മദ് ഗൈറു മഫ്ഹൂമാണ്. ഖുർആനിൽ ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് എന്താ പറയുക, ചില കുട്ടികളുടെ ബാപ്പാരൊക്കെ അന്ന് ഗൾഫ് പോയി തുടങ്ങുന്ന സമയത്ത് വാപ്പ 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ പല സാധനങ്ങളും ചില കുട്ടികൾ കൊണ്ടുവരും. എൻ്റെ വാപ്പ സ്കൂളിൽ ഗൾഫ് പോകാത്തതുകൊണ്ട് ചെറിയൊരു ദേഷ്യം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വാപ്പാനോടുണ്ടായിരുന്നു അക്കാലത്ത്. അപ്പോൾ എന്താ അക്കാലത്ത് ഉള്ള അതിന് സ്കെയിലുകൾ, ഈ സ്കെയിലിന് പല തട്ടുണ്ടാവും. ഇങ്ങനെ കുറിച്ചാൽ ആനമയിലൊട്ടകാണ്, ഇങ്ങനെ കുറിച്ചാൽ ഗുണനപ്പട്ടികയാണ്, ഇങ്ങനെ കുറിച്ചാൽ വേറെ എന്താ പറയുക, വേറെ വല്ല പട്ടികകളാണ്, ഇങ്ങനെയൊക്കെ പിടിക്കാം. അതിനനുസരിച്ച് അതിൻ്റെ മാറിക്കൊണ്ടേയിരിക്കും. പല ചിത്രങ്ങളും അതിൽ തെളിയും. ഇത്ര പോന്ന സ്കെയിലിന്, മനുഷ്യൻ പടച്ച സ്കെയിലിന് ഇത്രത്തോളം മറുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആന്റെ മറ എത്രയാണ്? അതിൻ്റെ ഒരു മറുകയാണ് ഹുക്മ. അത് ഉലമാഇന് മനസ്സിലാവും. എന്നാൽ അതിൻ്റെ മറ്റൊരു മറുകയുണ്ട്. ആ മറുഅ മുഹമ്മദാണ്. അത് അത്രയും വലിയ ആരിഫീങ്ങൾക്കല്ല അതറിയൂല. അത് അവർക്ക് അവിടുന്ന് ചാടിക്കിട്ടും. അത് പൂർണ്ണമായി അറിഞ്ഞാൽ അവർ ഖുത്ബാനിയത്തിന് മക്കാമിലെത്തും. പൂർണ്ണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എല്ലാ ആയത്തിലും മുഹമ്മദിനെ കണ്ടാൽ അവർ ഖുത്ബായിരിക്കും. അതെന്റെ പൂർണ്ണതയുമല്ല. മനസ്സിലായില്ലേ? ലിക്കുല്ലി ഹദ്ദിൻ മത്ലഉൻ വലിക്കുല്ലി മത്ലഉൻ ഹദ്ദുൻ എന്ന് പറഞ്ഞില്ലേ? ഒരാശയം അവസാനിക്കുമ്പോൾ പുതിയ ആശയം തുടങ്ങും. ഖുർആനിൽ ഒരാശയം അവസാനിക്കുമ്പോൾ അടുത്ത ആശയം തുടങ്ങും. ആ ആശയം അവസാനിക്കുമ്പോൾ അടുത്ത ആശയം തുടങ്ങും. ഏതാണ് ഈ ആശയം? പല ആശയങ്ങളുണ്ട്. അതിൽപ്പെട്ട ആലിയായ ഒരു മാനയാണ് മുഹമ്മദി. അൽ മാനൽ മുഹമ്മദി, മുഹമ്മദി മാന, അൽ ഖിറാഅത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ വായന. അഹ്മദിയ വായനയും അതിലുണ്ട്. ആ വായന ലാ യഖ്റഉഹാ ഇല്ല മുഹമ്മദ്. ആ വായന മുഹമ്മദ് എന്നല്ല ഒരാളല്ലാതെ വായിച്ചിട്ടില്ല. ഏത്? അഹ്മദി വായന. മുഹമ്മദി വായന എല്ലാ ആയത്തിലും കിട്ടിയാൽ അയാൾ ഖുത്ബും ഓസുമായിരിക്കും. ആരിഫ്യങ്ങൾക്ക് അവിടെ ഇവിടെ ചാടിക്കിട്ടും. നമ്മൾ അവർ പറഞ്ഞതിൽ നിന്ന് നമ്മളെ അഖലിലേക്ക് ചിലപ്പോൾ കിട്ടും, ചിലത്. എന്തുകൊണ്ട്? നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. റൂഹ് ജീവിക്കുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. റൂഹ് ചത്തുപോകുന്നതും മുഹമ്മദ് നബിയെ കൊണ്ടാണ്. റൂഹ് ജീവിക്കുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. റൂഹ് ചത്തുപോകുന്നതും മുഹമ്മദ് നബിയെ കൊണ്ട് തന്നെയാണ്. റൂഹ് ജീവിക്കുന്നത് മഅരിഫത്തുൻ അൻബാബി മുഹമ്മദ്, മുഹമ്മദിന്റെ വാതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാതിൽ തുറന്നു കിട്ടിയാൽ റൂഹ് ജീവിക്കും. മുഹമ്മദ് എന്ന ആളെ പറ്റി മനസ്സിലാക്കേണ്ടതല്ലാത്ത, അവിടുത്തെ മഖാമിനോട് യോജിക്കാത്ത എന്ത് മനസ്സിലാക്കിയാലും റൂഹ് കിട്ടൂ. അവസാനം റൂഹ് ചത്തുവും. അതാണ് വഹാബികൾക്ക് സംഭവിച്ചത്. റൂഹ് ചത്തുപോയതാണ്. അതുകൊണ്ടാണ് സുമ്മലായ ഔദൂൻ, പിന്നെ അവർ തിരിച്ചു വരൂല എന്ന് പറഞ്ഞത്. എന്നോട് യാത്ര ചെയ്തപ്പോൾ മിനിഞ്ഞാന്നൊരാൾ ചോദിച്ചു, വഹാബികൾ തിരിച്ചു വരൂല എന്നാണോ? ഞാൻ പറഞ്ഞു, തിരിച്ചു വരൂല. അവർ വഹാബി ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിലും അഗ്നോസിസ്റ്റ് ഉണ്ടാവും. അഗ്നോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വഹാബിയാണോ ശരി, സുന്നിയാണോ ശരി എന്ന് തിരിച്ചറിയാത്ത ബൈനബൈനുണ്ടാവും. അവർക്ക് നല്ല റൂഹുള്ള വാളും ഉസ്താദിന്റെ മുലാഖാത്തും ഒക്കെ കിട്ടിയാൽ അവിടെ ജീവിക്കുകയും ചെയ്യും. എന്നോട് വണ്ടൂർക്കാരനായ ഒരു മധ്യവയസ്കൻ, ഒരു 50-55 വയസ്സുള്ള ഒരാൾ ഒരു 15 കൊല്ലം മുമ്പ് ഒരു വാക്ക് പറഞ്ഞു. പിന്നെ ഞാനത് മറക്കൂല. വണ്ടൂർ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ളതാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ ഇങ്ങനെ വന്നിങ്ങനെ കുടുംബിരി കൊള്ളുന്ന കാലം ഞാനും മുജാഹിദായി. അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ചില ഡൗട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹാനായ താജുൽ ഉലമാ സദഖത്തുല്ലാഹ് അല്ലാഹു തആല അവരുടെ ദറജ കൊടുക്കട്ടെ, ആമീൻ പറയും, ഉറക്കെ പറയും. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ മഹാനാണ്. നമ്മളെ നേതാക്കളുടെ കൂട്ടത്തിലെ വലിയ ഫഖീഹായ വലിയ മഹാനാണ് മഹാനായ സദഖത്തുല്ലാഹ് കെ സദഖത്തുല്ലാഹ് മുസ്ലിയാർ. അള്ളാഹു ദർജ കൊടുക്കട്ടെ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സദഖത്തുല്ലാഹിന്റെ അടുത്തേക്ക് പോയി. ഞാൻ എൻ്റെ 1-2 സംശയങ്ങൾ ചോദിച്ചു.
അപ്പോൾ അവരെനിക്ക് ഫാത്തിഹ സൂറത്തിന്റെ മാന ഓതി തന്നു. പിന്നെ ഞാൻ എവിടേക്കും പോയിട്ടില്ല. പിന്നെ ഈ നിമിഷം വരെ സുന്നിയ. അപ്പൊ അയാൾ അതായിട്ടില്ല, അഗ്നോസിസ്റ്റാണ്. അഗ്നോസിസ്റ്റ് ആയതുകൊണ്ടാണല്ലോ ഒരു ആലിമിന്റെ അടുത്ത് പോയി ചോദിച്ചത്. മനസ്സിലായില്ലേ? ചിന്തിക്കാം. വഹാബി ആയാൽ തിരിച്ചു വരില്ല. എന്തുകൊണ്ട്? വഹാബിക്ക് റൂഹ് ചത്തുപോയനാണ്. നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. വഹാബി ഒരിക്കലും നന്നാവില്ല. ചത്തുപോയി, റൂഹ് ചത്തുപോയി. അള്ളാഹുവിന്റെ കലാമിനെ നിസ്സാരപ്പെടുത്തി. അള്ളാഹുവിന്റെ കലാമിന് ഒരു വാന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പരിശുദ്ധ കലാമിനെ നിസ്സാരപ്പെടുത്തിയപ്പോൾ അവന്റെ റൂഹ് ചത്തുപോയതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന ചീത്ത പറഞ്ഞോളൂ. ഇന്ന ചീത്ത പറയാൻ എല്ലാവർക്കും ലൈസൻസാണ്. അതിന്റെ പേരിൽ മാഷറിൽ ഒരാളെ പിടികൂടൂല. എന്നെ ചീത്ത പറയുന്നവർക്ക് സ്വാഗതം, ആരെന്നെ ചീത്ത പറഞ്ഞാലും അവർക്ക് സ്വാഗതം. അതിലൊരു പ്രശ്നമല്ല. അതിന്റെ പേരിൽ മാഷറിൽ പിടികൂടൂല. ആർക്കും ചീത്ത അറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചീത്ത അറിയാൻ തോന്നും. അപ്പൊ എന്നെ ചീത്ത അറിയും, ആയിക്കോട്ടെ. പക്ഷെ വഹാബി നന്നാവില്ല. ഒരാൾ വഹാബി ആയാൽ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. അടുത്ത വരി നോക്കില്ല, ഭയങ്കര പണിയുള്ള വരികളാ. പുണ്യ റസൂൽ തജല്ലി, ആ പരിശുദ്ധ ദാത്തിന്റെ മൽഹറാണല്ലോ എന്ന്. ബൽ എന്നല്ല, ബൽഹുവ ആ പുണ്യ റസൂൽ അദാത്തിന്റെ ഐനുമാണല്ലോ. ഐനിന് ഇവിടെ അർത്ഥം മിർആത്ത് എന്നാണ്. മിർആത്ത് കണ്ണാടി. കൽമായി വെള്ളം പോലെ. അല്ലാഹുവാണോ നബി? അല്ല. അല്ലാഹുവാണോ നബി? അല്ല. പക്ഷേ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ നബിയിൽ നിന്ന് ശരിക്ക് നിൽക്കുന്നവന് വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹിന്റെ അസ്മാ സിഫാത്തിന്റെ മൽഹറാണ്, അതിന്റെ തജല്ലിയുടെ മൽഹറാണ്. അത് വെളിവായ സ്ഥലമാണ്. ആര്? മുഹമ്മദ്. മുഹമ്മദിൽ നോക്കേണ്ട ആൾ നോക്കിയാൽ അള്ളാഹുവിനെയും കാണും. കാണാത്ത റബ്ബിനെ മുഹമ്മദിൽ കാണും. അത് അള്ളാഹുവിനെയാണോ? മനസ്സിലായില്ല. വെള്ളത്തിന്റെ കരയിൽ നീ പോയി നിന്നാൽ നിന്നെ വേറൊരാൾക്ക് വെള്ളത്തിൽ കാണാം. അമ്പിളിമാനെ കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് അമ്പിളിമാമനെ വെള്ളത്തിൽ കാണാം. വെള്ളം അമ്പിളിമാമനാണോ? പറയടോ, വെള്ളം അമ്പിളിമാമനാണോ? അല്ല, വെള്ളം അമ്പിളിമാമനല്ല. പക്ഷേ അമ്പിളിമാമനെ ഒരാൾക്ക് വെള്ളത്തിൽ ദർശിക്കാം. അള്ളാഹുവിന്റെ അള്ളാഹ് എന്ന ആ മനസ്സിലായില്ലേ? ആ ജലാലിയത്തിന്റെ ഇസ്മിനെ വേണമെങ്കിൽ ഒരാള് അത്രയും ആഴമുള്ള കണ്ണുള്ള ഒരാൾക്ക് മുഹമ്മദീനെ ദർശിക്കാം. അതാണ് മൻ റആനി ഫഖദ് റഅൽ ഹഖ. എഴുതിയൊക്കെ ഹദീസ്. മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹഖ് തആലയെ കണ്ടു. മൻ റആനി ഫഖദ് റഅൽ ഹഖ. മുഹമ്മദ് എന്നാൽ അള്ളാഹുവാണോ? അല്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക്, വെള്ളത്തിന്റെ കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് അമ്പിളിമാമനെ ദർശിക്കാനാവുന്നത് പോലെ മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മിനെ ദർശിക്കാനാകും. റഹ്മാൻ എന്ന ഇസ്മിനെ ദർശിക്കാനാവും. അദിൽ എന്ന ഇസ്മിനെ, ഇനി അദിൽ റസൂലുള്ളാഹിക്ക് പേരുണ്ട് അദിൽ, അള്ളാഹുവിനും പേരുണ്ട് അദിൽ. അള്ളാഹുവിന്റെ നീതി അദിൽ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ മുഹമ്മദിൽ ദർശിക്കാനാവും. ആർക്ക് ദർശിക്കാനാവും? അങ്ങനെ കണ്ണുള്ള ഒരാൾക്ക് ദർശിക്കാനാവും. കുരുടൻ വെള്ളത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് അമ്പിളിമാമനെ കാണുമോ? കുരുടൻ വെള്ളത്തിന്റെ പുഴക്കരയിൽ നിന്നുകൊണ്ട് അമ്പിളിമാമനെ കാണുമോ? എന്താണ് പറയുന്നത്? പറയാതിരിക്കുന്നത് മനസ്സിലാക്കിയില്ലേ? കുരുടൻ അമ്പിളിമാമനെ കാണുമോ? ഇല്ല. ومن في هذه الدنيا أعمى فهو في الآخرة أعمى وأضل سبيلا. എവിടെ സിനാൻ എവിടെ പോയി? എവിടേക്ക് ബാക്ക് പോയിരിക്കണം? എവിടെയാണ് ആയത്ത്? ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. മിക്കവാറും അത് ഇസ്രാ ആയിരിക്കും. ഇസ്രാ അല്ലേ അത്? അതെ. എത്രാമത്തെ ആയത്താണ്? ومن كان في هذه أعمى فهو في الآخرة أعمى. നോക്ക് സിനാനെ, ഇങ്ങോട്ട് നോക്ക്. ഒമൻ ഒരാൾ കാന അവനായി ഫിഹാദിഹി, ഈ അവിടെ ദുനിയാന്നില്ല. ഒമൻ കാന ഫിഹാദിഹി അമ്മ. അല്ലേ സിനാനെ? എത്ര?
എത്ര? 72. من كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. ഇസ്രാ 72. വമൻ ഒരാൾ കാന ആയി ഫി ഹാദിഹി ഈ ദുനിയാവിൽ അഅമ കുരുടനായാൽ ഫഹുവ അവൻ ഫിൽ ആഖിറതി ആഖിറത്തിലും അഅമ കുരുടനായിരിക്കും. ഇവൻ കുരുടൻ, ഇവിടത്തെ കുരുടൻ അവിടെയും കുരുടൻ. അതിനർത്ഥം എന്താ? ഇവിടെ കണ്ണില്ലാത്തവൻ അവിടെ കണ്ണുണ്ടാവില്ല എന്നാ അല്ല. കുരുടനാവാന്നാണ് അത് കാണേണ്ടത്, കാണാൻ കഴിയാതെ പോവാന്നാണ്. കാണേണ്ടത് കാണാൻ കഴിയാതെ പോവാ. ലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ അവർക്ക് കണ്ണുണ്ട് പക്ഷെ അവർക്ക് ദർശിക്കാനാവുന്നില്ല. വഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ അവർക്ക് ചെവിടി ഉണ്ട് പക്ഷേ ശ്രവിക്കാനാവുന്നില്ല. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ അവർക്ക് ഹൃദയമുണ്ട് പക്ഷെ ഉൾക്കൊള്ളാൻ ആവുന്നില്ല. ഉലൈക കല്ലൻആം അവർ മൃഗങ്ങളെ പോലെയാണ്. മൃഗത്തിന് കാണാൻ കഴിയുന്നില്ലേ? ഉണ്ട്, പക്ഷെ കാണേണ്ടത് മൃഗത്തിന് കാണാവുന്നില്ല. മൃഗത്തിന് ചെവിയില്ലേ? ഉണ്ട്, പക്ഷെ കേൾക്കേണ്ടത് മൃഗത്തിന് കേൾക്കാനാവുന്നു. മൃഗത്തിന് ഹൃദയമില്ലേ? ഉണ്ട്, പക്ഷെ ഉൾക്കൊള്ളേണ്ടത് മൃഗത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ല. ബൽഹും അവല്ല്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നോക്കുന്നു ഫഹുവ ആ പുണ്യ റസൂൽ. നോക്ക് വലിയ കെട്ടുള്ള വാക്കുകളാണ്. ഫഹുവ ഈ പുണ്യ റസൂൽ തജല്ലി ദാത്തി ആ പരിശുദ്ധമായ ദാത്ത് തജല്ലിയായ ആ തജല്ലിയുടെ മൽഹറാണ് മുഹമ്മദ്. അള്ളാഹുവിന്റെ ദാത്ത് പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബൽഹുവ എന്നല്ല ഈ പുണ്യ റസൂൽ ഐനുഹ ആ ദാത്തിന്റെ ഐനാണ്. ഐ മൽഹറാൻ ഐ മർഅയാണ്. കൽമാഇ വെള്ളം പോലെ ലിസ്സൂറത്തി യൽഹറു ആ മനസ്സിലായില്ലേ? കൽമാഇ വെള്ളം പോലെ ലിസ്സൂറത്തി തൽഹറു ഫിൽ മാഇ ചില രൂപങ്ങൾ വെളിവാകുമല്ലോ എവിടെ? വെള്ളത്തിൽ. അപ്പൊ അമ്പിളിമാമന്റെ മുകളിലുള്ള പാറ, അമ്പിളിമാമന്റെ മുകളിലുള്ള പാറ, ആ പാറ നമ്മൾ എവിടുന്ന് ഇങ്ങനെ നോക്കാതെ എവിടുന്ന് കാണും? അമ്പിളിമാമന്റെ മേലുള്ള പാറ. അമ്പിളിമാമനെ കണ്ടിട്ടില്ലേ? തെളിഞ്ഞ രാത്രികളിൽ അതിലിങ്ങനെ ചില സ്ഥലത്ത് പിന്നെ വൈറ്റ് ആയിരിക്കും, ചില ഡാർക്ക് ആയിരിക്കും. അപ്പൊ അതൊക്കെ അതിന്റെ അവിടുത്തെ പാറകളും മറ്റൊന്ന് പറയും. അല്ലാഹു അഅലം. എന്തോട്ടെ വ്യത്യസ്തമായ അതിന്റെ രീതികളെ നമ്മൾ എവിടുന്ന് കാണും? വെള്ളത്തിൽ നിന്ന് കാണുമല്ലോ. ആ വെള്ളത്തിൽ അമ്പിളിമാമനാണോ ഉള്ളത്? അല്ല, പിന്നെ അതിന്റെ ഒരു മർഅയാണ്. കാണേണ്ടവർക്ക് അവിടെ ദർശിക്കാനാവും. എന്നതുപോലെ അള്ളാഹുവിന്റെ അസ്മാഇനെയും സിഫാത്തിനെയും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എവിടെ ദർശിക്കാനാവും? മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സൂക്ഷിച്ചു നോക്കണം. അങ്ങനത്തെ കണ്ണ് വേണം. ആ കണ്ണ് 100 കോടിയിൽ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുണ്ട് എന്നറിയും, അല്ലാതെ അറിയില്ല. എന്നാലും മതി. അപ്പൊ നമ്മള് വലിയ എന്താ പറയാ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാലല്ലാതെ ആറ്റംസിനെ കാണൂല. നമ്മളിപ്പോ ഈ ഒരു വസ്തുവിലെ ആറ്റംസിനെ കാണുന്നില്ലല്ലോ. സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുന്ന ഒരാളാ കാണുന്നത്. പക്ഷെ ആറ്റംസ് അതിലുണ്ട്. മനസ്സിലായില്ലേ? അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. വേറൊരു കൂട്ടക്കാർക്ക് അതും ഇല്ല. നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഷെയ്ഖ് തിജാനി തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഖാജക്ക് അത് കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അതാണ് നമുക്കുണ്ട്. അവിടേക്ക് എത്തിയാൽ നമ്മൾ കാണുമെന്നും ഉറപ്പുണ്ട്. മറ്റൊരുക്കോ മുഹമ്മദ് ബഷർ മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമല്ല. ആമിനാക്കും അബ്ദുള്ളാക്കും ജനിച്ച ഒരു അറബി പയ്യൻ ഒരാൾ പ്രസംഗിച്ചു കേരളത്തിൽ. നഊദു ബില്ലാഹ്. അപ്പോൾ ഈമാൻ ചത്തു, പിന്നുണ്ടാവില്ല, കഴിഞ്ഞ്. നമ്മളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ, ഞങ്ങളെ മനസ്സറിഞ്ഞാമീൻ പറ. അങ്ങനെ ഒരു വാക്ക് പറയുന്നതിനോട് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ എന്ന ആളുടെ ഒരു ചെതർ, ഒരു മീനിന്റെ പുറത്തുള്ള ഒരു ചെതറിന്റെ അളവിൽ നിസ്സാരപ്പെടുത്തിയാൽ അപ്പോൾ കഫറാവും. നിസ്കരിച്ചില്ലെങ്കിൽ കഫറാവില്ല. മുഹമ്മദ് മുസ്തഫാനെ ഇത്ര അളവിൽ നിസ്സാരപ്പെടുത്തിയ ആ സെക്കൻഡ് കഫറാവും. നിസ്കരിക്കാം. ആ പുണ്യ റസൂൽ. നോക്ക്, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു യഖീനുണ്ട് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിന്റെ. അള്ളാഹിന്റെ ദാത്താണ് മുഹമ്മദ് അല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ദാത്തിലുള്ള അസ്മാ സിഫാത്തിനെ ആരിൽ ദർശിക്കാനാവും? മുഹമ്മദ് മുസ്തഫയിൽ. ആരിഫ് അള്ളാഹിന്റെ ഒരു ഇസ്മ മുഹമ്മദിൽ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വേറൊന്ന് കാണിച്ചു കൊടുക്കും. അതിന് മാത്രം ഈ ആൾക്ക് എന്തുണ്ടാവും? സഫാഉൽ ഖൽബ് ഉണ്ടാവും. നിസ്കാരം കൊണ്ടല്ല, നോമ്പ് കൊണ്ടല്ല അള്ളാഹു റസൂലിനെ ദർശിക്കുക. സഫാഉൽ ഖൽബാണ്.
കണ്ണാടിയിൽ നിനക്ക് നിന്റെ മുഖം കാണാൻ കഴിയുന്നത് കണ്ണാടി നിസ്കരിച്ചോണ്ടല്ല, കണ്ണാടി അത്രയും ശുദ്ധമായതുകൊണ്ടാണ്. കണ്ണാടി നിസ്കരിച്ചോണ്ടാണോ നിനക്ക് കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞത്? അല്ല. നിസ്കാരത്തിനൊന്നും ഒരു വർത്താനമില്ല. നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് ദാത്ത്, മനസ്സിലായില്ല, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതൊന്നുമല്ല. പക്ഷെ അതും അതിനൊരു സ്ഥാനം ഉണ്ടാവുമല്ലോ. അതിനുണ്ടല്ലോ ഒരു ശരീരം അതിനുണ്ടല്ലോ, അതുകൊണ്ടല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചെയ്യിപ്പിക്കണല്ലോ. ഒരു പരമാണു കൊണ്ടും ഇത്താഴത്ത് വേണം. ഒരു പരമാണു കൊണ്ടും റബ്ബിന് ഇത്താഴത്ത് വേണം. അപ്പൊ ജസദിന് ഇത്താഴത്തുണ്ട്. അതിലേറ്റവും വലിയ ഇത്താഴത്ത് നിസ്കാരാണ്. അതൊന്നുമല്ല എന്ത് ദീന്, അതൊന്നുമല്ല ഈമാന്. ഈമാൻ വേറെയാണ്. ബാബാ മുതുകുന്ന കുത്തുബായി വന്നവർ നിസ്കരിച്ചിനോ? ബാബാ മുരുകിൻ മദ്രസയിൽ പോയിനോ? 5ാം ക്ലാസ് പഠിച്ചിരുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നു, അലുവിൻ തേങ്ങാപ്പൂളും കൊണ്ടേ കൊടുത്തിരുന്നു, ശമ്പള പൈസ കൊടുത്തിരുന്നു. മൊയ്തീൻ ഷേഖ് ബാബാ മുരുകിന്ന് കുത്തുബായി വന്നോർ വനം അതേളിയിലും കെളിയും ഇകന്തോറ്. പഴയകാലത്തെ സുന്നികളൊക്കെ യക്കീനാക്കിയ ഒരു ബെയ്ത്താണ്. പണ്ടത്തെ സുന്നികൾ, പണ്ടത്തെ സുന്നികൾ. ഇപ്പത്തെ സുന്നികളെ പറ്റി എനിക്കറിയില്ല. പണ്ടത്തെ സുന്നികളൊക്കെ അങ്ങനെ പാടീന്. ബാബാ മുരുകിന്ന്. ഇപ്പത്തെ സുന്നികൾ ഔലിയാക്കന്മാരെ പറ്റി അങ്ങനെ കൂടുതൽ കറാമത്ത് പറയരുത്, അപ്പോൾ ഈമാൻ വല്ല മൂട്ടുകൂടി ഒളിച്ചു പോകും എന്ന് വയൽ പറയുന്നവരാണ് ഇപ്പത്തെ സുന്നി മൂല്യന്മാർ. പണ്ടത്തെ സുന്നി മൂല്യന്മാരൊക്കെ ഇതൊക്കെ വിശ്വസിക്കും ചെയ്തിരുന്നു. വലിയ പണ്ട്. അള്ളാഹു തആല ആ പണ്ടത്തെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. മനസ്സിലായിട്ട് പറഞ്ഞത്, അള്ളാഹിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിന്റെ മൽഹറാണ്. ആ തജല്ലി ദാത്തി, ആ ദാത്തതിൽ വെളിവായിട്ടുണ്ട്. ആ ദാത്ത് വെളിവായ വഹിക്കാൻ കഴിയണമെങ്കിൽ അത്ര വലിയ ആളാകണം. ഞാൻ സീനായ് മരുഭൂമിയിൽ ഒരു മല കണ്ടിട്ടുണ്ട്, പലവട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒപ്പം വരുന്നവർക്ക് ആ മല കാണിച്ചു കൊടുക്കും. ആ മല എന്താ ഉണ്ടായതറിയും. ആ മലയിലേക്ക് അള്ളാഹുവിന്റെ അൻവാറിൽപ്പെട്ട ഒരു 100 വെളിവായി പോയി. അപ്പോൾ അതങ്ങോട്ട് കരിഞ്ഞു. ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما تجلى ربه റബ്ബിന്റെ നേരിയ ഒരു തജല്ലി ആ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ ജഅലഹു ദക്കൻ, അതിനെ ഇടിച്ച് പൊടിച്ച് തരി പൊട്ടിയാക്കി. ഇത് BC മൂസാ നബിയുടെ കാലഘട്ടം BC 14th സെഞ്ചുറിയാണ്, 14ാം നൂറ്റാണ്ട്. ഓർ 15th സെഞ്ചുറി, 15ാം നൂറ്റാണ്ട്. എനിക്ക് ലഭ്യമായ താരീഖ് അനുസരിച്ച് BC 1406 മൂസാ നബിയുടെ മരണം എന്ന് കണക്കാക്കപ്പെടുന്നു. എന്ന് എഴുതി വെച്ചാൽ BC 1406 മൂസാ നബിയുടെ മരണം എന്ന് കണക്കാക്കപ്പെടുന്നു. BC 1822 ഇബ്രാഹിം നബിയുടെ മരണം. BC 1997 ഇബ്രാഹിം നബി ജനിച്ചു. BC 1822 വഫാത്തായി സയ്യിദ് ഇബ്രാഹിം. മൂസാ നബിയുടെ വഫാത്ത് വർഷം എനിക്ക് ലഭ്യമായ താരീഖിൽ അവിടെ പല തർക്കങ്ങളും കാണുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു ക്ലിയർ ആയി തോന്നുന്നത് ഇതാണ്, BC 1406. അപ്പോൾ 15th സെഞ്ചുറി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പൊ അതിന് മുമ്പാണ് ഈ സംഭവം. അപ്പൊ അത് പിന്നെ 40ഓളം വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേലിയർക്ക് തൗറാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ സംഭവം. അതിനിടയിലാണ് ഈ സംഭവം. ഏത്? പർവ്വതം കരിഞ്ഞോണമൊക്കെ. റബ്ബി അരിനി അള്ളൂറിലേക്ക്, നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു താ റബ്ബെ. അള്ളൂറിലേക്ക് ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അപ്പോ അള്ളാഹു പറഞ്ഞു, എന്ത്? ലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയൂല. വലാക്കിൻ ഉൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്ക്. മക്കാനഹു, എന്റെ തജല്ലി അവിടെ വന്നിട്ട് അതിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഫസൗഫ തറാനി, പിന്നീട് നിനക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കാം. ഫലമ്മാ തജല്ല റബ്ബുഹു, റബ്ബിന്റെ തജല്ലി വന്നു ലിൽ ജബലി, പർവ്വതത്തിലേക്ക് വന്നപ്പോൾ ജഅലഹു, പൊട്ടിച്ച് തകർന്നു. ഇതോ ആ ദാത്തിന്റെ തജല്ലി വന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ പർവ്വതം ഒന്നല്ല. എങ്ങനെയാവും ആ പർവ്വതത്തിന് തന്നെ ഈ റഹ്മത്തിനല്ലേ ആ പർവ്വതം നിലനിൽക്കുന്നത്? അപ്പൊ ഈ ആൾ ആരാ? ഈ ആൾ അഖ്വൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശക്തൻ ജിബ്രീലല്ല. അത് ഈ വരി തന്നെ കുറച്ച് മനസ്സിലാവും. സൃഷ്ടികളിൽ ഏറ്റവും ശക്തൻ മുഹമ്മദാണ്. എന്തുകൊണ്ട്? ആ തജല്ലി വന്നിട്ട് ഇതിനൊന്നും പറ്റില്ല.
മനസ്സിലാവണ്ട പറഞ്ഞത്, ചിന്തിക്ക്. വേറൊരാളാണ്, അതിന് തിന്നണ്ട. ആയുസിൽ ഒരു വട്ടം പോലും തിന്നിട്ടില്ലെങ്കിലും അതിനൊന്നും പറ്റൂല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എൻ്റെ റബ്ബി എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട്. എഴുതി വെക്ക്, അതൊക്കെ ഹദീസാണ്, എഴുതി വെക്ക്. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എൻ്റെ റബ്ബി എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട് എന്ന് പുണ്യ റസൂല്. തിന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പിന്നെന്തേ തിന്നത്? അത് തിന്നത് കാണിച്ചതിൽ അതൊരു തെശ്രിയാണ്, അതും കാണിക്കണല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പുണ്യ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദാത്തിന്റെ മിർആത്താണ്, കണ്ണാടിയാണ് മുഹമ്മദ്. ഫമുൽകുൽ അലീമിനാ കദാ മലകൂതു, ഫമുൽകുൽ അലി, ഉന്നതമായ ഔന്നത്യത്തിന്റെ അധികാരമണ്ഡലം, മിൻഹാ, ആ ദാത്തിൽ നിന്നാണല്ലോ വന്നത്. കഥാ, അപ്രകാരം തന്നെ മലക്കൂത്തു, ആ മലക്കൂത്തും എല്ലാം 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 ഇനി ആ മിർആത്തിൽ നിന്നാണല്ലോ ഉണ്ടായത്. അങ്ങനെയും വെക്കാം. ഫമുൽകുൽ അലി മിൻഹാ കദാ മലകൂതു, അധികാരമണ്ഡലങ്ങളുണ്ട്. ഹാഹൂത്ത്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത്. എഴുതിച്ചോളി. അതിന്റെ അധികാരമണ്ഡലങ്ങളാണ്. ഹാഹൂത്ത്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത്. അധികാരമണ്ഡലങ്ങളാണ്. ഹാഹൂത്ത്, ഹാഹൂത്ത് എന്നാൽ ഇലാഹിയായ ഒരു പ്രത്യേക ഹളറത്താണത്. ലാഹൂത്തോ അതിന്റെ താഴെയുള്ളതാ ലാഹൂത്ത്. അതിന്റെ താഴെയാണ് ജബറൂത്ത്, അതിന്റെ താഴെയാണ് മലക്കൂത്ത്, അതിന്റെ താഴെയാണ് നാസൂത്ത്. ഹളറാത്തുകൾ 5 ഹളറാത്തുകളുണ്ട്, ഇലാഹിയ ഹളറാത്തുകൾ. ഇതെല്ലാം 7 ആകാശത്തിന്റെയും മുകളിലാണ്. ഹാഹൂത്ത്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത്. നാസിന് വിവരം കിട്ടുന്ന ലാസ്റ്റ് ഏരിയയാണ് നാസൂത്ത്. അതിൻ്റെ അപ്പുറം മലക്കൂത്ത്, മലായിക്കത്തിന്റെ വാഴ്ച ഏരിയയാണ്. അതിൻ്റെ അപ്പുറം ജബറൂത്താണ്. ജബറൂത്ത് എന്നാൽ അതൊരു പ്രത്യേക അധികാര മണ്ഡലമാണ്. അതിൻ്റെ മുകളിലാണ് ലാഹൂത്ത്, അതിൻ്റെയും അപ്പുറത്താണ് ഹാഹൂത്ത്. ഹാഹൂത്ത്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത്. അപ്പൊ ആ പറഞ്ഞത് അതാണ്. മലക്കൂത്ത്, മലക്കൂത്ത് ഒരു അധികാര മണ്ഡലാണ്. ഇബ്രാഹിം മലക്കൂത്ത് സമാവാത്ത്, മലക്കൂത്ത് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ അപ്പുറമുണ്ട്, അതിൻ്റെ അപ്പുറമുണ്ട്, അതിൻ്റെ അപ്പുറമുണ്ട്, അതിൻ്റെ അപ്പുറമുണ്ട്. അതെന്താണ് പറയാൻ പറ്റൂല, നമുക്കറിയില്ല. ഇതിൻ്റെ ഒക്കെ അപ്പുറമുണ്ട്. ആകാശമൊക്കെ അവിടെയൊക്കെ ചേർത്ത് കഹൽക്കത്തിൻ ഫി സഹറ, മരുഭൂമിയിലിട്ട ഒരു കൈ കൊണ്ട് നടക്കാവുന്ന ഒരു ഇരുമ്പിന്റെ വളയം ഒരാൾ മരുഭൂമിയിൽ ഉപേക്ഷിച്ചാൽ ആകാശത്തിന്റെ വലിപ്പം അതിന്റെ മുകളിലേക്ക് ചേർത്ത് നോക്കിയാൽ അത്ര ഉണ്ടാവുള്ളൂ. എന്തേ പല്ലും പറഞ്ഞോയോ? എന്തേ പറഞ്ഞേ? ആകാശം എന്ന് പറഞ്ഞാൽ കഹൽക്കത്തിൻ ഫി സഹറ, മരുഭൂമിയിൽ ഒരാൾ ഒരു ഇരുമ്പിന്റെ വളയം ഉപേക്ഷിച്ചു എന്നിരിക്കട്ടെ, അത്രേ ഉണ്ടാവുള്ളൂ. എന്ത് ആകാശം? 7 ആകാശം. എവിടെ? അതിന്റെ അപ്പുറത്തെ ലോകത്തേക്ക് പോയാൽ ചുരുങ്ങി 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 വരിക. നമുക്ക് വലിയ സമാവാത്ത സഭയാണ്. എന്തുകൊണ്ട്? നമ്മൾ ആകത്തര ഫൂട്ടല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അപ്പൊ ഒന്നുകൂടി പറയും. ഹാഹൂത്ത്, ഹാ ഹൂ ഹി ഹൈ, അള്ളാഹുവിന്റെ പ്രത്യേക ലോകമാണ് ഹാഹൂത്ത്. അതിന്റെ താഴെയാണ് ലാഹൂത്ത്, അതിന്റെ താഴെയാണ് ജബറൂത്ത്, അതിന്റെ താഴെയാണ് മലക്കൂത്ത്, അതിന്റെ താഴെയാണ് നാസൂത്ത്. ഇബാദത്തുകൾ ചേരുന്ന സ്ഥലമാണ് നാസൂത്ത്. മലായികത്തിന്റെ വാഴ്ചയാണ് മലക്കൂത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാഇനും അള്ളാഹുവിന്റെ പ്രത്യേകക്കാർക്കും അധികാരം കൊടുക്കുന്ന സ്ഥലമാണ് ജബറൂത്ത്. അതിന്റെ അപ്പുറത്താണ് ലാഹൂത്ത്, അതിന്റെയും അപ്പുറത്താണ് ഹാഹൂത്ത്. നോക്ക്. ഹുവ തജല്ലിയാതി ബൽ ഹുവ ഐനുഹാ ഫമുൽകുൽ അലി മിൻഹാ കദമാലകൂതു. ഫമുൽകുൽ അലി, ഔന്നത്യത്തിന്റെ അധികാരമണ്ഡലം, മിൻഹാ, മിൻഹാ ആ ദാത്തിൽ നിന്നുണ്ടായതാണല്ലോ, അതല്ല ആ മിർആത്തിൽ നിന്നുണ്ടായതാണല്ലോ, ആ ഐനിൽ നിന്ന്, ആ കണ്ണാടിയിൽ നിന്നാണല്ലോ. കഥാ അപ്രകാരം ആ അധികാരമണ്ഡലങ്ങളും ആ മലക്കൂത്തുമെല്ലാം ഈ ഐനിൽ നിന്നാണ്, ഈ മിർആത്തിൽ നിന്നാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. അള്ളാഹു ആദ്യം പടച്ചത് ഈ മിർആത്താണ്, ഈ കണ്ണാടിയാണ്.
ഏതാണ് കണ്ണാടി? മുഹമ്മദ്. ആ കണ്ണാടിയിൽ നോക്കേണ്ടവർക്ക് നോക്കിയാൽ ഒക്കെ കിട്ടും. അപ്പൊ അതിനേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ട ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത് അറിയുന്നതുകൊണ്ടാണ് മലക്കുകൾ ഈ ആളെ പേടിച്ച് ബഹുമാനിച്ച്. وأنت تخترق سبع طباق بهم في موكب كنت فيه صاحب العلم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. 5 ഹദറുകളും പിന്നീട് ഞാൻ ചോദിക്കും, പിന്നീട് വിശദീകരിക്കും. പിന്നീട് അത് തന്നെ വിശദീകരിക്കാൻ 1-2 ക്ലാസ് വെച്ച് തരാം. പിന്നീട് ഇത് പറഞ്ഞാൽ ഇന്ന് വായിക്കാൻ കൂടില്ല, വേറെ ലോകമാണത്. മനസ്സിലായില്ലേ? ഹാഹൂത്ത്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത് പിന്നെ വിശദീകരിക്കും. വരുന്നുണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട്, എല്ലാം العجائب عالم الملكوت عجائب عالم الملكوت وسرائر الناسوت والجبروت أين المدرس مسجد الله أين المدرس مسجد اللاهوت كم لدنين هواه علما صلوا عليه وسلموا تسليما. ആരുടെ വീത്ത്? പണ്ടൊരു മൂല്യരുണ്ടായിരുന്നു. പണ്ടൊരു മൂല്യരുണ്ട്. നിങ്ങളെയൊക്കെ തലപ്പെടുന്ന വരുന്നതിന് മുമ്പ് ആ ആൾ മരിച്ചു പോയത് നന്നായി. പണ്ടൊരു മൂല്യരുണ്ടായിരുന്നു. ആ മൂല്യരുടെ പേര് ഉമർ ഖാദി എന്നാണ്. അവരുടെ സ്വല്ലൽ ഇലാഹു ബൈത്താണ്. عجائب عالم الملكوت وسرائر الناسوت والجبروت أين المدرس مسجد اللاهوت كن من لدنين هواه علما صلوا عليه وسلموا تسليما. പറയണ്ടേ? എന്തൊക്കെയാണ് വിജ്ഞാനങ്ങൾ ലദുന്യായി അന്ന് അവർ വാരിക്കൂട്ടിയത്. മുഹമ്മദ്